യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം. മിസ്രയീം ദേശത്ത് മിഗ്ദോലിലും തഹ്പനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യെരൂശലേമിന്മേലും സകല യഹൂദാ പട്ടണങ്ങളിൽ മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ. ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ച് ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛകാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതവണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് എൻ്റെ ക്രോധവും കോപവും ചൊരിഞ്ഞ് യഹൂദാ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ജ്വലിച്ച് അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾക്ക് ശേഷിപ്പായി ആരുമില്ലാതാകും വണ്ണം യഹൂദായുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന യഹൂദാ ശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദാദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം ചാടിപ്പോകുകയില്ല, ശേഷിക്കുകയുമില്ല. വഴുതിപ്പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകുകയില്ല. അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് സകല പുരുഷന്മാരും മഹാസംഘമായി തിരികെ വന്ന് അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രയീം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും യിരെമ്യാവോട് ഉത്തരം പറഞ്ഞത്: നീ യഹൂദയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദാ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവുമായി ഉണ്ടായിരുന്നു, ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അട ഉണ്ടാക്കുന്നതും അവൾക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞത് സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്തെന്നാൽ, അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയുമായി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി മഹാദോഷം ചെയ്യുന്നത് എന്ത്? യഹൂദാദേശത്തും യെരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദാ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദായെ മുഴുവനും ഛേദിച്ചു കളയുവാനായിട്ട് തന്നെ എൻ്റെ മുഖം നിങ്ങൾക്കെതിരായി വയ്ക്കുന്നു. മിസ്രയീം ദേശത്തു നിന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദാശിഷ്ടത്തെ ഞാൻ പിടിക്കും. അവരെല്ലാവരും മുടിഞ്ഞു പോകും. മിസ്രയീം ദേശത്ത് അവർ വീഴും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും. അവർ ആബാലവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന യഹൂദാശിഷ്ടത്തിൽ പറഞ്ഞതെന്തെന്നാൽ, യഹൂദാ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ? അവൻ്റെ മനസ്സിൽ അത് വന്നില്ലയോ? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ കഴിയാതെയായി. അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപവിഷയവുമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെയും അവൻ്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുക കൊണ്ട്
ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. പിന്നെയും യിരെമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത്, മിസ്രയീം ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങൾ എല്ലാവരും യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയ ബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കുമെന്നു നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായുകൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവീൻ, നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ. മിസ്രയീം ദേശത്തെ ഒരു യഹൂദനും വായെടുത്ത് യഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എൻ്റെ നാമം ഇനി ഉച്ചരിക്കയില്ല എന്ന് ഞാൻ എൻ്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രേ ജാഗരിച്ചിരിക്കും. മിസ്രയീം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ചു മുടിഞ്ഞു പോകും. എന്നാൽ വാളിന് തെറ്റിയൊഴിയുന്ന ഏതാനും പേർ മിസ്രയീം ദേശത്ത് നിന്ന് യഹൂദാദേശത്തേക്ക് മടങ്ങി വരും. മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എൻ്റെ വചനമോ അവരുടേതോ ഏത് നിവൃത്തിയായി എന്നറിയും. എൻ്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്കൊരടയാളമാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദ രാജാവായ സിദെക്കീയാവെ അവൻ്റെ ശത്രുവും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായി നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിസ്രയീം രാജാവായ ഫറവോൻ ഹോഫ്രയെയും അവൻ്റെ ശത്രുക്കളുടെ കയ്യിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു.